ഇതുവരെ അൽഫാം കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ഞാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ജോസ്ലാൻ പറഞ്ഞത് നമ്മുടെ വീടിന്റെ അടുത്തൊരു ഹോട്ടലില് ആ, ആ, ഹോം ഡെലിവറി ഉണ്ട്, അവിടെ അൽഫാം ഒക്കെ ഉണ്ട്. അങ്ങനെ റീസെന്റ് രാത്രിയിൽ വരുത്തിയതാണ് കേട്ടോ. അൽഫാമും പിന്നെ അവിടുന്ന് തന്നെ തന്ന ഗ്രേവി, കുബൂസ് കുബൂസ് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്, പൊറോട്ട, സാലഡ്, പിന്നെ മയോണൈസ്. അവരുടെ മയോണൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ബീഫ് റോസ്റ്റും മേടിച്ചായിരുന്നു. ബീഫ് റോസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇത് കഴിച്ചപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു 16-17 വർഷങ്ങൾക്ക് മുമ്പ് മൂത്ത ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പം അതുമല്ലെന്നുണ്ടെങ്കിൽ അവളുടെ ഹസ്ബൻഡ് സാവുച്ചാൻ വീട്ടിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് പൊറോട്ടയും ഇതും കൊണ്ടുവരുമായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ ഇതിനിട്ടിരിക്കുന്ന പേര് ചിക്കൻ ചുട്ടതെന്നായിരുന്നു കേട്ടോ. അപ്പൊ അത് മയണൈസും ഒക്കെ ആയിട്ടായിരുന്നു കൊണ്ടുവരുന്നത്. ആ സെയിം ടേസ്റ്റ് ആണ് എനിക്ക് തോന്നിയത്. അപ്പൊ അന്നത്താണോ ഈ അൽഫാം, അന്നത്തെ അൽഫാം ആണോ ഈ അൽഫാം, ഇതൊന്നും അറിയത്തില്ല. എന്തായാലും സംഭവം ടേസ്റ്റി ആയിരുന്നു, നല്ല സ്പൈസി ആയിരുന്നു. ഇത് ഫുൾ മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഒരു പീസ് മതി നമുക്ക് സുഖമായിട്ട് 3-4 പൊറോട്ട കഴിക്കാം. എന്തായാലും ഒരു ഫുള്ളായിരുന്നു മേടിച്ചത്. ഞങ്ങൾ 3-4 ദിവസം കൊണ്ട് അത് തീർത്തത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുമ്പളങ്ങ കൊണ്ടുവന്നത് നിങ്ങളൊക്കെ കണ്ടു കാണും. വീട്ടിലത്തെ കുമ്പളങ്ങ പടർന്നു കിടക്കുന്നതാണിത് കേട്ടോ. അപ്പൊ അന്ന് കുറച്ച് കുമ്പളങ്ങ കൊണ്ടുവന്നിരുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പം എന്നും രാവിലെ ജ്യൂസ് അടിച്ച് കുടിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പല ദിവസവും മുടങ്ങിപ്പോവും. ഓർക്കുമ്പോഴൊക്കെ രാവിലെ ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇതിനകത്ത് കുമ്പളങ്ങ, മഞ്ഞൾ പൊടി, കുറച്ച് കറിവേപ്പില, കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു കാന്താരി, ലേശം ഉപ്പ്, ഇത്തിരി വെള്ളം കൂട്ടിയിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ചില സമയത്ത് ഇതൊന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് അടിച്ച് വെള്ളം കുറച്ച് ചേർത്ത് മാത്രം ചെയ്യാറുണ്ട്. അത് ദാഹത്തിൽ ഡിപ്പെൻഡ് ആണ് കേട്ടോ. രാവിലെ നല്ല ദാഹം ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം കൂട്ടി ഒഴിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒഴിക്കാറില്ല. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് എന്റെ ആകാരോടെ ഗ്രൈൻഡർ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എങ്ങനെയുണ്ടെന്ന്. സംഭവം നല്ലതാണ്. പക്ഷെ എന്റെ അവിടെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു, അത് കേടായിപ്പോയി. അതിന് പകരം റിപ്ലേസ് ചെയ്യാൻ കിട്ടാഞ്ഞിട്ട് ഇവിടെ കടയിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവർ പകരം ഒരു സ്വിച്ച് ഇട്ടെന്നാണ്, ഒരു മാട്ട സ്വിച്ച്. കറുത്ത കളറായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അതിന് മാച്ചായേനെ. ഒരു മാച്ചവും ഇല്ലാത്ത ഒരു കളറാണ് ഇട്ടതെന്ന്, ഒരു ലുക്ക് ഇല്ല കാണാനായിട്ട്. അപ്പൊ കുറെ നാളായിട്ട് ഞാനത് എടുക്കാതിരിക്കുവായിരുന്നു കേട്ടോ. അപ്പം ജ്യൂസ് അടിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് അത്, നന്നായിട്ട് ജ്യൂസ് അടിച്ച് കിട്ടും. ഇത് അരിക്കാതാണ് പലരും കുടിക്കുന്നത്, പക്ഷെ എനിക്ക് അരിച്ച് കുടിക്കുന്നതിനോടാണ് താല്പര്യം. അത് മാത്രമല്ല, ഞാൻ ആ അരി ഉൾപ്പെടെ ഇട്ടാണ് അരച്ചെടുത്തത്. അത് ഗുണമോ ദോഷമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇതിന്റെയൊക്കെ അരി നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെ വല്ല ഗുണം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നും പറഞ്ഞാണ് അരി ഉൾപ്പെടെ ഇട്ട് അരച്ച ശേഷം അരിച്ചെടുത്തത് കേട്ടോ. ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ, കുറച്ച് കുറച്ചായിട്ട് എടുക്കുന്നുണ്ട്. ഒരു പച്ചടി വെച്ചു, അല്ലാതെ ഒരു കറി വെച്ചു, ഇനി 3 ഇരിപ്പുണ്ട്. ഇത്രയും നാളായിട്ടും ഫ്രിഡ്ജിലൊന്നും അല്ല, പുറത്ത് തന്നെയാ വെച്ചേക്കുന്നത്. അപ്പോൾ അതാ രാവിലെ തന്നെ എന്തിനാ ഇറങ്ങിയെന്നറിയോ? കുറച്ച് വെളുത്തുള്ളി കാന്താരിയുടെ സ്പെഷ്യൽ ഓർഡർ ഉണ്ട്. നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് തന്നെ കാന്താരി പറിച്ച് അച്ചാറിടാൻ വേണ്ടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ എൻ്റെ സ്വന്തം പറമ്പിൽ നിന്നും കാന്താരി പറിച്ച് ഇങ്ങനെ അച്ചാറിടാൻ പറ്റുമെന്ന്. ഞാൻ നേരത്തെ കാന്താരി ഐറ്റംസ് എല്ലാം, നെല്ലിക്ക കാന്താരി, നാരങ്ങ കാന്താരി, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം പുറത്തുനിന്ന് കാന്താരി മേടിച്ചാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ അത്യാവശ്യം പറിക്കാനുള്ളതുകൊണ്ട് ഞാൻ നിർത്തിയിരുന്നതാണ് ഒരുമിച്ച് പറിക്കാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ കാന്താരി കുട്ടന്മാരൊക്കെ റെഡിയായി നിൽപ്പുണ്ട്. വെള്ളക്കാന്താരി മാത്രമല്ല, മറ്റേ കൊച്ചു കാന്താരി എല്ലാം ഉണ്ട്. ഇവിടെ ഒരെണ്ണം നിൽക്കുന്ന കണ്ടാൽ പറിക്കാൻ തോന്നുന്നില്ല, അത്രയ്ക്കില്ല, ബൾബ് പോലെ നിൽക്കുകയാണ്. അപ്പോൾ അപ്പുറ സൈഡിലും കുറച്ചുണ്ട്. ഇങ്ങനെ ഞെക്കി നോക്കുമ്പോഴേ ഇത്തിരി കട്ടി കാണും, അതാണ് വിളഞ്ഞത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉള്ളവർക്ക് അറിയാം ഇവിടുത്തെ ഡെയിലി അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന്. കാരണം ഞാൻ അതിനകത്ത് വീഡിയോസ്, ചെറിയ ചെറിയ വീഡിയോസ് ഇടാറുണ്ട്, ഫോട്ടോസ് ഇടാറുണ്ട്, പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. യൂട്യൂബിൽ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ ഇതിനെന്തെങ്കിലും ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സെർച്ച് ചെയ്യാനാണെങ്കിൽ ഹെറ്റ്മീലോടെന്ന് തന്നെയാണ് രണ്ടിനും നമ്മുടെ ഐഡിയുടെ പേര് കേട്ടോ. അപ്പൊ അവിടെ ഞാൻ കുറച്ചുകൂടി ഈസിയാണ്, കാരണം നമുക്ക് ഫോട്ടോസോ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അവിടെ പോസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് അപ്പൊ ഓൾറെഡി എനിക്ക് വെളുത്തുള്ളി കാന്താരിയുടെ ഒരു ഓർഡർ വന്നായിരുന്നു. അതൊന്ന് ചെയ്തതിന് ശേഷം കുറച്ച് അത് ഞാൻ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് ഉണ്ടോ എന്ന് ചോദിച്ച ഓർഡർ വന്നായിരുന്നു. അതിനുശേഷം രണ്ടാമത് ചെയ്തതാണ് ഈ കാണുന്നത്. പക്ഷെ അതും രണ്ടാമത്തതും ചെയ്തതിന് ശേഷം അത്യാവശ്യം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം മുമ്പ് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിരുന്നു.
വെളുത്തുള്ളി കാന്താരി വേണോന്ന് ചോദിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇപ്പൊ രണ്ടാമത്തെ ആ സ്റ്റാറ്റസ് കണ്ടിട്ട് കുറേ ഏകദേശം ഒരു 4-5 കിലോയുടെ അഡ്വാൻസ് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് കാന്താരി കിട്ടിയാൽ ഞാൻ ചെയ്തിട്ട് അറിയിക്കാമെന്ന്. കാരണം കാന്താരിയും വേണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഓരോ ദിവസവും ഓരോ അച്ചാറടക്കങ്ങളായിട്ട് ഇങ്ങനെ ഓരോ ദിവസങ്ങൾ മുമ്പോട്ട് പോവുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഫേസ്ബുക്കിലാവുമ്പോൾ എൻ്റെ ഡെയിലി എന്തെങ്കിലും വീഡിയോസോ ഫോട്ടോസോ റീൽസോ ഒക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഇടുന്നുണ്ട്. അങ്ങനെ പലർക്കും മനസ്സിലാവുന്നുണ്ട് ഇവിടുത്തെ തിരക്കുകൾ എന്തൊക്കെയാണെന്ന്. ഓരോ ദിവസവും ഓരോ രീതിയിൽ തിരക്കുകളായിട്ട് മുമ്പോട്ട് പോവുകയാണേ. പിന്നെ ഞാൻ ഇന്നത്തെ എന്നും പറയുന്നത് പോലെ ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ല, പല ദിവസത്തെ വീഡിയോ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ട് ഒരു വീഡിയോ ആക്കിയതാണേ. ഒരു ദിവസം മീനച്ചാറിട്ടപ്പോൾ രാത്രി നല്ല മഴയായിരുന്നു മുറ്റത്ത്. രാത്രി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഏകദേശം ഒരു 4-4:30 മണിയേ ആയിട്ടുള്ളൂ. കണ്ടാൽ ഒരു 10 മണിയുടെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തായിരുന്നു. 4:30 മണിയായിട്ടേ ഉള്ളൂ, ഒരു 10 മണിയായ പ്രതീതിയാണല്ലോ എന്ന്. മഴയും ആ ഒരു അന്ധകാരവും. അപ്പൊ മീനച്ചാറിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്ത് മഴ. ഇതിനകത്തെ ഓയില് കണ്ടിട്ട് ഭയങ്കര ഓയിലോന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. കാരണം ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അച്ചാറിട്ട് കഴിഞ്ഞ് പിറ്റേന്നുള്ള കൺസിസ്റ്റൻസിയാണ് ഇത് കേട്ടോ. അപ്പം അത് നന്നായിട്ട് ഇളക്കി ബോട്ടിലൊക്കെ ആക്കുമ്പോൾ കറക്റ്റ് പരുവാകും. ഞാൻ ഇവിടെ നിന്നും കൊടുക്കുന്ന അച്ചാറിൽ ഓവറായിട്ട് പുളിയോ ഉപ്പോ എണ്ണയോ ഒന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം കിട്ടുന്നത്. പിന്നെ നമ്മുടെ പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് വിനാഗിരിയും എണ്ണയും മാത്രമാണല്ലോ. അപ്പൊ ആവശ്യത്തിന് ഒഴിക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഇത് 30 കിലോ മീൻ എടുത്തു. അതിൽ 13 കിലോയാണ് എനിക്ക് അച്ചാറിടാനായിട്ട് മാംസം കിട്ടിയത്. അതിന്റെ അച്ചാറാണിത്. അതിനുശേഷം പിറ്റേന്നത്തെ ജോലിയായിരുന്നു നാരങ്ങ ഡേറ്റ്സ് കാഷ്യൂവിന്റെ. ഇത് 2 ദിവസമായിട്ടാണ് ഞാൻ തീർത്തത് ഈ പ്രോസസ്സിങ്. കാരണം ആദ്യത്തെ ദിവസം നാരങ്ങ വാട്ടി അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചു. അതിനുശേഷം ഈന്തപ്പഴത്തിന്റെ കുരു കളയൊക്കെ ഒരു ജോലിയാണ്. കാരണം ഇത് മാത്രമായിട്ടല്ലല്ലോ ഇരിക്കുന്നത്, ഇതിനിടയ്ക്ക് വേറെ പല എന്തേലും പാക്കിങ് വരും, ഓർഡർ എടുക്കണം, വേറെ എന്തെങ്കിലും അല്ലറ ചില്ലറ വരും, അതിനും പോകുമല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ നല്ല ക്വാളിറ്റി സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് അച്ചാറുകൾ ചെയ്യുന്നത്. പലർക്കും വേണ്ടത് പൈസ മുടക്കാൻ തയ്യാറാണ്, ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന് പലർക്കും ഒരു പരാതിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ച് എൻ്റെ അടുത്ത് സാധനം മേടിക്കുന്നവരും പറയാറുണ്ട്, ബെൻസി ക്വാളിറ്റി ഒരിക്കലും മോശമാക്കല്ലേ, ഈ ക്വാളിറ്റി തന്നെ അവസാനം വരെ നിലനിർത്തണേന്ന്. അതനുസരിച്ച് പക്ഷെ ഈ ഈന്തപ്പഴം എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡബിളായിട്ട് ചേർക്കേണ്ടി വരും. കാരണം മധുരം കുറവാണ്. അല്ലാതെ നമ്മൾ കഴിക്കുന്ന ടൈപ്പ് ഈന്തപ്പഴമാണിത്. സാധാരണ ഈ അച്ചാറിടാനായിട്ട് നല്ല കുഴഞ്ഞിരിക്കുന്ന ഇച്ചിരൂടെ അങ്ങനെ മെൽറ്റായിട്ട് ഇരിക്കുന്ന ഈന്തപ്പഴം വേണമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ല. കുറച്ച് കൂടുതൽ ചേർക്കണം, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇപ്രാവശ്യത്തെ ഈന്തപ്പഴം ഓർഡർ ചെയ്തപ്പോൾ ഓരോ പ്രാവശ്യം ബ്രാൻഡ് മാറാറുണ്ട് കേട്ടോ. സെയിം ബ്രാൻഡ് തന്നെ കിട്ടണമെന്നൊന്നുമില്ല. നേരെ ഇപ്രാവശ്യം അതിനകത്തൊരു ട്രേയും കിട്ടിയിട്ടുണ്ട്. എനിക്ക് അതങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ആ ട്രേ ഇപ്പൊ ഞാൻ അച്ചാറിട്ട് കഴിഞ്ഞതിന് ശേഷം ആ ട്രേക്കകത്താണ് സവാളയും നമ്മുടെ തേങ്ങയും അങ്ങനെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുന്ന നല്ലൊരു ട്രേ ആണ് കേട്ടോ. അപ്പം അതാണ് ഈന്തപ്പഴത്തിന്റെ വിശേഷങ്ങൾ. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഈ അച്ചാറിനകത്ത് നമ്മൾ അണ്ടിപ്പരിപ്പും ചേർക്കാറുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആണ് അണ്ടിപ്പരിപ്പ് കൂടെ ചേർക്കുമ്പോൾ. ഒരു പ്രത്യേക ഇത് യൂസ് ചെയ്തവർക്കറിയാം അതിന്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പൊ ഇതിപ്പോ ഇട്ടിട്ട് ഒരാഴ്ചയായി. അത് നന്നായിട്ട് ആ മധുരമൊക്കെ അതിൽ പിടിച്ച് ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. പക്ഷെ ഇത് കഴിഞ്ഞ് അതിന്റെ പിറ്റേന്ന് തൊട്ട് തന്നെ പലർക്കും അയച്ചു കൊടുത്തു തുടങ്ങി. കാരണം ഓൾറെഡി എനിക്ക് അഡ്വാൻസ് ഓർഡർ വന്ന് കിടപ്പുണ്ടായിരുന്നു. പലരും പറയുന്നത് പോലെ ഒരു ചാർട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ന ദിവസം ഇന്നത്, ഇന്ന ദിവസം ഇന്നത്. എന്റെ കാര്യത്തിൽ അത് നടക്കത്തില്ല കേട്ടോ. കാരണം പ്രതീക്ഷിക്കാതാണ് വേറെ പല കാര്യങ്ങളും കയറി വരുന്നത്. നിസ്സാരം ഒരു കൊറിയർ ഒരാൾക്ക് കിട്ടിയില്ല എന്നൊരു മെസ്സേജ് വന്നാൽ പിന്നെ അതിന്റെ പുറവെ എനിക്ക് 2 മണിക്കൂറെങ്കിലും പോയി കിട്ടും. നെറ്റില് തപ്പിപ്പിടിച്ച് ആ നമ്പർ തപ്പിപ്പിടിച്ച്. കാരണം ഇവിടുന്ന് കൊറിയർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലല്ലോ. കൊറിയർ ഓഫീസുമായിട്ടുള്ള ഇവിടുത്തെ കൊറിയർ ഓഫീസുമായിട്ടുള്ള കോണ്ടാക്ട് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എങ്ങാനും ഒരു ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ അതിന്റെ പുറവെ നെറ്റിനകത്ത് നമ്പർ സെർച്ച് ചെയ്ത് അവിടെ വിളിച്ച് ഇവിടെ വിളിച്ച് അങ്ങനെ കുറെ സമയം പോകും. ഇടയ്ക്ക് വേറെ ഓർഡറുകൾ വന്നാൽ അതുകൊണ്ട് എന്റെ കാര്യം എന്ന് പറയുന്നത് വരുന്നത് പോലെ, വരുന്നത് വാക്ക് അങ്ങനെയാണ്. ഇപ്പൊ വേറെ ഒരു ഓർഡർ വന്നതായിരുന്നു നമ്മുടെ കറിനാരങ്ങ അച്ചാറിന് വേണ്ടി. ഭാഗ്യത്തിന് എല്ലാ കറിനാരങ്ങ കിട്ടി, വിളഞ്ഞ് പഴുത്ത ഒരു ഇച്ചിരി കയ്പില്ല. ഞാൻ മുകൾ ഭാഗം ഒരു ലേശമേ ചെത്തിക്കളഞ്ഞിട്ടുള്ളൂ. അതുപോലും ചെത്തിക്കളയേണ്ട ആവശ്യം ഇല്ലായിരുന്നു. അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയാണ് കിട്ടിയത്. പ്രത്യേകിച്ച് ഓണ സമയത്താണല്ലോ ആ നാരങ്ങയുടെ സീസൺ എന്ന് പറയുന്നത്. ഇപ്പോഴും ഉണ്ട് കേട്ടോ, മാർക്കറ്റിൽ ഇപ്പൊ കിട്ടുന്നുണ്ട്.
അങ്ങനെ ഇതും അച്ചാറിട്ട് പിറ്റേന്ന് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോ ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫുള്ളും കംപ്ലീറ്റ് ആയി. ഇപ്പോഴും ഇതുണ്ടോന്ന് ചോദിച്ച് ഓർഡറുകൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ഒറ്റ പ്രാവശ്യം ചെയ്തതേ ഉള്ളൂ. കാരണം റണ്ണിങ് അല്ലാത്ത കാര്യങ്ങള് ഇട്ടാല് പിന്നെ പോകുമോ പോകത്തില്ലേ, ഇവിടെ തന്നെ ഇരുന്ന് പോകുമോ? കാരണം 1 2 കിലോ ആയിട്ടല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്താലും ഇത്തിരി കൂടുതലായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പം പോയില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള പേടിയാണ് എനിക്ക്. സാധാരണ മാങ്ങ, നാരങ്ങ, നെല്ലിക്ക ഇതൊക്കെ നോർമലായിട്ട് പോകുന്നതാണ്. ബീഫ്, മീൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും മേടിക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കുറേശ്ശെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വെളുത്തുള്ളി കാന്താരിയും കുറച്ച് ചെയ്തത്. അപ്പൊ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ അയച്ചു കഴിയുമ്പോൾ ഉള്ള ഒരു സമാധാനം ഉണ്ടല്ലോ, അത് ഒരു വല്ലാത്ത സമാധാനമാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് കിട്ടിയെന്ന് ഒരു മെസ്സേജ് കൂടെ വന്നാൽ അതിലും വലിയ സമാധാനം. ഇടയ്ക്കൊരു നെയ്മീന്റെ ഓർഡർ ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം, കഴിഞ്ഞ ആഴ്ചയും അങ്ങേ ആഴ്ചയും 2 പ്രാവശ്യമായിട്ട് 2 പേർക്ക് നെയ്മീൻ ഇട്ട് കൊടുക്കണമായിരുന്നു. ഇതൊക്കെ മീൻ കിട്ടുന്നതിൽ ഡിപ്പെൻഡ് ആണ് കേട്ടോ. കാരണം നെയ്മീൻ ഇത്തിരി വില കുറച്ച് കിട്ടണം, എങ്കിലൊക്കെ ചെയ്യാറുള്ളൂ. ഞാൻ അവരുടെ അടുത്ത് പ്രത്യേകം പറയും, ഞാൻ ഫിക്സ് പറയുന്നില്ല, ആദ്യം മാർക്കറ്റിൽ ഒന്ന് നോക്കട്ടെ, അതിനുശേഷം പറയാമെന്ന്. ഓരോ ബാച്ചും അച്ചാറുകൾ ഇട്ട് കുപ്പിയിലാക്കി അതിനുശേഷം കൊടുക്കാനുള്ള പാക്കുകളിലൊക്കെ ആക്കി, വിദേശത്തോട്ടുള്ളത് സെപ്പറേറ്റ്, നാട്ടിലോട്ടുള്ളത് സെപ്പറേറ്റ്, അതിനുശേഷം അത് കൊറിയർ. കാരണം ഇത് മാത്രമല്ലല്ലോ നമുക്ക്, ബാക്കിയുള്ള പല സാധനങ്ങളല്ലേ, മുളക് പൊടി, മല്ലിപ്പൊടി, പുട്ടുപൊടി, അപ്പപ്പൊടി, ഇടിയപ്പപ്പൊടി, ആവലേസ് പൊടി, ചമ്മന്തിപ്പൊടി, ചിക്കൻ മസാല, സാമ്പാർ മസാല, വാളംപുളി, കടുകപ്പുളി, പരിപ്പൊട്ടി, ഇങ്ങനെ പല സംഭവങ്ങളല്ലേ. അപ്പൊ ഒരു ബോക്സിനകത്ത് ധാരാളം സാധനങ്ങൾ കാണും. ഇതെല്ലാം അയച്ച് അവരുടേക്ക് കിട്ടുമ്പോൾ അവരുടെ ഒരു ഫീഡ്ബാക്ക് കൂടി വരുമ്പോൾ ഉള്ള സന്തോഷം, അയ്യോ അത് ഭയങ്കരമാണ്. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുറുക്കാണ് കേട്ടോ. റാഗിയാണ് എടുത്തിരിക്കുന്നത്. റാഗിയുടെ പല വെർഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നതാണ് റാഗിപ്പൊടിയും. അപ്പൊ അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുറുക്കി വെച്ചിട്ട്, ഇന്ന് ഇതിനകത്ത് ഞാൻ ഹെൽത്ത് മിക്സ് ചേർത്തിട്ടില്ല. നമ്മൾ ഇവിടുന്ന് ഹെൽത്ത് മിക്സും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് റാഗി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനകത്ത് ലേശം ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് ഞാൻ ആപ്പിൾ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ പഴം എടുക്കാറുണ്ട്, ആപ്പിൾ എടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ ഇതിന്റെ ഗുണമോ ദോഷമോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നത് കാണിക്കുന്നേ ഉള്ളൂ. റാഗി അല്ലാതെ തന്നെ കുറുക്കി കുടിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെ ആയാലും ബോറല്ലേ. അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി പിടിക്കാറുണ്ട്. അതിനകത്ത് കുറച്ച് ഈന്തപ്പഴവും മധുരത്തിന് വേണ്ടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന അതിട്ട് പാല് ഞാൻ വളരെ കുറച്ചേ ചേർക്കാറുള്ളൂ കേട്ടോ. കാരണം ഇതിപ്പോ ആ പാത്രത്തിനകത്ത് വടിച്ചെടുക്കാനൊക്കെ ഉണ്ടല്ലോ, അത് വേസ്റ്റ് ആക്കണ്ടെന്നും പറഞ്ഞ് നിങ്ങളൊരു പക്ഷെ ചിന്തിച്ചേക്കാം എന്ത് കഞ്ചൂസിയാണെന്ന്. വേസ്റ്റ് ആക്കണ്ടല്ലോ, അതുകൊണ്ട് അതിനകത്ത് ഇട്ട് നല്ലതുപോലെ ഇളക്കി ഉള്ളതൊക്കെ ഇനി എടുക്കാൻ വേണ്ടി അതിനകത്ത് അങ്ങനെ ചെയ്തന്നേ ഉള്ളൂ. അപ്പൊ പാല് കുറവും വെള്ളം കൂടുതലുമായിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ചില സമയത്ത് ഞാൻ ഒട്ടും പാല് ചേർക്കാറില്ല, വെറും വെള്ളം മാത്രമായിരിക്കും ചേർക്കുന്നത് കേട്ടോ. അപ്പൊ അത് അടിച്ചെടുത്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് വിശക്കത്തും ഇല്ല. ഇത് മാത്രം കുടിച്ചാൽ എങ്ങനെയാ വിശപ്പ് നിൽക്കുന്നതിനൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അത്യാവശ്യം വലിയൊരു ഗ്ലാസ്സും അല്ലേ. അപ്പൊ ഇന്നത്തെ ഈ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നോസ്റ്റാൾജിക് ഫീല് തരുന്നതായിരിക്കും. ഒരുപക്ഷെ ഈ എന്നെ പോലെ ഇത് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ, ഇത് നമ്മുടെ വാട്ടക്കപ്പ, ഞാൻ ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന വാട്ടക്കപ്പയാണ്. തീർന്നു, ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ല. ഇത് ലാസ്റ്റ് ആയപ്പോ അതിന്റെ അടിഭാഗത്തെ എല്ലാം കൂടെ കൊടുക്കാതെ ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. അതിപ്പോ ഞങ്ങൾ യൂസ് ചെയ്യുവാണ്. അപ്പൊ തലേന്ന് വെള്ളത്തിയിട്ട് കുതിർത്തായിരുന്നു. ഇപ്പൊ കുക്കറിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ വേവിച്ച് കുഴച്ചെടുക്കാനാണെങ്കിൽ ഒരു 3 4 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തിട്ടിട്ട് ആ വെള്ളം കളഞ്ഞ ശേഷം അതിനകത്ത് അരപ്പിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തേതെന്ന് പറയുന്നത്, നമ്മൾ കപ്പ ഊറ്റി കഴിക്കുക എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. അതിനുവേണ്ടി കാന്താരിയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ കുറച്ച് കാന്താരി പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ല, പല ദിവസത്തെയാണ്. കാരണം ഈ വീണ്ടും കാന്താരി പറിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, നേരത്തെയാണ് ഒരു പ്ലേറ്റ് നിറച്ച് പറിച്ചെടുത്തോണ്ട് പോയത്, ഇവിടുന്നല്ലേ പറിച്ചത്, വീണ്ടും ഇത്രയും കാണുന്നല്ലോ എന്ന് ചിന്തിച്ചവരുണ്ടെങ്കിലോ എന്ന് കരുതി പറഞ്ഞതാണ് കേട്ടോ. അപ്പം അതിനുവേണ്ടി കാന്താരി പറിച്ചെടുത്തു. ഈ കപ്പ അതെ ഊറ്റി തിന്നുന്ന വീട്ടിൽ പറയുന്നത്, കുഞ്ഞിലെ സ്കൂള് വിട്ട് വരുമ്പോൾ പൊതുവെ കൂടുതലും 4 മണിക്ക് അമ്മ ഉണ്ടാക്കി വെക്കുന്ന ഒരു സംഭവമായിരുന്നു. അതല്ലെങ്കിൽ രാവിലെയും കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴല്ലേ ഇഡലി ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത്. എന്റെ കുഞ്ഞിലെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കപ്പ വേവിച്ചത്, ചക്ക വേവിച്ചത്, ചക്കയും കഞ്ഞിയും അല്ലെ പഴങ്കഞ്ഞി, കപ്പ വേവിച്ചത്, ഇങ്ങനെയൊക്കെയായിരുന്നു രാവിലെയും വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ. അപ്പൊ ഇത് ഒരു 3 വിസിൽ വന്ന ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് ഞാനെടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണം കേട്ടോ. വാട്ടക്കപ്പയിൽ മാത്രമല്ല, നമ്മുടെ പച്ചക്കപ്പയിലും ഇങ്ങനെ ചെയ്യാം. എപ്പോഴും അമ്മ പച്ചക്കപ്പ വേവിക്കുമ്പോഴും ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ മാറ്റി ഇങ്ങനെ എടുത്ത് കഴിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കാം ഇത്. ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർത്തിരിക്കുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഉരുക്ക് വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, സാധാ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ഒഴിക്കണം, അത് മസ്റ്റാണ്, അതാണ് ഒരു ടേസ്റ്റ് കിട്ടുന്ന സംഭവം. അപ്പൊ കാന്താരി ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് വെളിച്ചെണ്ണ ഇച്ചിരി നന്നായിട്ട് ഒഴിയണം കേട്ടോ. ആ ചൂടോടെ അങ്ങോട്ട് കഴിക്കണം. കൂട്ടത്തിൽ ഒരു കട്ടൻ കാപ്പി, നല്ല എരിയുള്ള കാന്താരി ആണെങ്കിൽ എരിയുള്ള കപ്പ ഊറ്റി തിന്നതും അതുപോലെ കട്ടൻ കാപ്പിയും കൂടെ കുടിക്കുമ്പോൾ ഉള്ള ആ ഒരു സുഖം ഉണ്ടല്ലോ, അന്യായമാണ്. ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫോട്ടോയ്ക്ക് ഒരു ഗുമ്മ് കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാന്താരി വെച്ചെന്നേ ഉള്ളു കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. തേങ്ങയ്ക്ക് ഇതുപോലെ മുള വന്ന് തുടങ്ങുന്നത്, അങ്ങനെയുള്ള തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിനകത്ത് പൊങ്ങായിരിക്കും. കാരണം ഇത് തെങ്ങാവുന്ന തേങ്ങയാണിത്, അതായത് അതിന്റെ മുള ചെറുത്ത് വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളതിനകത്തെ പൊങ്ങ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ചേച്ചിക്ക് എല്ലാം അങ്ങ് ഇഷ്ടമാണല്ലോ എന്ന്. ഇഷ്ടമുള്ളത് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലേ പറ്റൂ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിന്റെ അത്രയും വലിയ പൊങ്ങ് കിട്ടിയില്ല, കുഞ്ഞി പൊങ്ങായിരുന്നു. നല്ല ടേസ്റ്റ് ആണിത്. ഇതും കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണം, ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിലും പറയണം. ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവര് നിങ്ങൾക്ക് കയ്യിൽ ഇങ്ങനെ കിട്ടുന്നുവെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. ഇപ്പൊ ഇങ്ങനെ അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണല്ലോ കടയിൽ എന്തെങ്കിലും വീട്ടിൽ സാധനം ഇല്ലാത്തപ്പോ കടയിൽ നിന്നല്ലേ പോയി എടുക്കുന്നത്. ദിവസം രാവിലെ കൊറിയർ അയക്കാൻ പോയി, അപ്പൊ താക്കോല് ഞാൻ പൂട്ടി ഇവിടെ വെച്ചിട്ടാണ് അടുക്കളയിൽ നിൽക്കുന്നത്. അപ്പൊ എന്തേലും ആരെങ്കിലും വന്ന് ബെല്ലടിക്കും, അന്നേരം വന്ന് തുറന്നാൽ മതിയല്ലോ. ഇപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ സാധാരണ ഒരു കടയിൽ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുവെങ്കിൽ നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് തന്നെയാണ് നമ്മളൊരു കട ഇട്ടിരിക്കുന്നത്. പലചരക്ക് സാധനങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഈ ഏരിയയിലുള്ളവരൊക്കെ സാധനങ്ങൾ വന്ന് മേടിക്കാറുണ്ട്. ഇത് വറുത്ത തേങ്ങ. അപ്പൊ ഇന്ന് കറി വെക്കാനായിട്ട് തേങ്ങ നോക്കിയപ്പോൾ ഇല്ല, വറുത്ത തേങ്ങ. അപ്പൊ അതെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് തരാനുള്ള സാധനങ്ങളാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ കമ്പനിയുടെ സാധനമാണ് കേട്ടോ, ഈസ്റ്റേൺ ഇന്ത്യയാണ്, അതല്ല. അല്ലാതെ കവറുകളിൽ വെച്ചിരിക്കുന്നത് മുളക് പൊടി ഫസ്റ്റ് ഗ്രേഡ് ഉണ്ട്, പിരിയൻ ഉണ്ട്, പിന്നെ കാശ്മീരി ഉണ്ട്, മല്ലിപ്പൊടി, എല്ലാ സാധനങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിപ്പോ കൊടുക്കുന്ന പുതിയൊരു ഐറ്റമാണ് പുട്ടുപൊടി. സാധാ പുട്ടുപൊടി ഓൾറെഡി ഞാൻ കൊടുക്കാറുണ്ട്. ഇത് ചമ്പാ പുട്ടുപൊടിയുണ്ട്, പുഞ്ച പുട്ടുപൊടിയുണ്ട്. അപ്പം കളറിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ചമ്പാ പുട്ടുപൊടി ഇച്ചിരി കൂടി കളറുണ്ട്, പുഞ്ച പുട്ടുപൊടിക്ക് വലിയ കളറില്ല. ധാരാളം പേര് ഇപ്പൊ എൻ്റെ നിന്ന് മേടിക്കുന്നുണ്ട്. പലരും ഞാൻ ചെയ്തതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ചെയ്തതല്ല, പക്ഷേ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഉണക്കി ചെയ്യുന്നിടത്തുനിന്നും എടുത്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം ഇപ്പം പുട്ടിനു വേണ്ടി ഇവിടുന്നാണ് എടുക്കുന്നത്. അപ്പൊ കുറച്ച് കല്ലുപ്പ് എടുത്തുകൊണ്ട് വന്നതാണ്. ഇപ്പൊ ഞാൻ പാചകത്തിനൊക്കെ ഇത്തിരി കൂടുതൽ കല്ലുപ്പ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും മറന്നു പോകുന്നേ. നമ്മൾ ഈ പൊടി ഇട്ട് യൂസ് ചെയ്ത് അതായിരിക്കും പെട്ടെന്ന് കൈ അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. അപ്പൊ ഇത്തിരി തേങ്ങ, എന്റെ തേങ്ങ വറുത്തതിന് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. തീരുമ്പോ ഓർഡർ ചെയ്യും. 1/4 കിലോ ഉണ്ടെങ്കിൽ കുറേ ദിവസത്തേക്ക് ഉണ്ടെന്നേ ഇത്. ഇപ്പൊ തന്നെ ഒരു 3-4 ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളൂ ഒരു കറിക്ക് വേണ്ടി. അത് ഒന്ന് ചൂടാക്കി അതിനകത്തേക്ക് മസാല ഇട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം അതിനകത്തേക്ക് മസാലകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇട്ട് അരച്ചാൽ മതി. ഞാനിത് മീൻ കറിക്ക് വേണ്ടിയാണ്. തേങ്ങ വറുത്തരച്ച മീൻ കറി ഞാൻ അങ്ങനെ അധികം ഒന്നും വെച്ചിട്ടില്ല. കൂടുതലും പച്ചത്തേങ്ങ അരച്ചതും മുളകിട്ട മീൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ. അപ്പം കുറച്ച് തേങ്ങ എടുത്തു, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച ശേഷം അരച്ചെടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ചൂടോടെ മിക്സിയിലിട്ട് അരയ്ക്കരുത്. അതുപോലെ തന്നെ മിക്സിയിൽ തേങ്ങ വറുത്ത് അരയ്ക്കുമ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. ആദ്യം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത ശേഷമേ വെള്ളം ചേർക്കാവൂ. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ഉലുവാപ്പൊടി ഇത്രയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഇട്ട് ഒന്ന് പൊടിച്ചെടുത്ത ശേഷം അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തു. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചു. തിളച്ച ശേഷമാണ് ഞാൻ അതിനകത്തേക്ക് കുടംപുളി ചേർത്തത്. കുടംപുളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ചു കഴിഞ്ഞ ശേഷം മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. എപ്പോഴും ഇവിടെ എന്തെങ്കിലും മീനിന്റെ തലകൾ കാണും കേട്ടോ. അതായത് കേരച്ചൂരയുടെ, നമ്മൾ കേരച്ചൂരയാണല്ലോ അച്ചാറിടുന്നത്. അപ്പൊ അതിന്റെ മുള്ളോ തലയോ ഒക്കെ എപ്പോഴും കാണും. അതുകൊണ്ട് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ അതൊക്കെ എടുത്താണ് കറി വെക്കുന്നത്. അതിനുശേഷം ബാക്കിയിരുന്ന കപ്പയിലേക്ക് അരപ്പ് ചേർത്ത്, അരപ്പായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, കാന്താരി, കറിവേപ്പില ഇത്രയാണ് അരച്ച് ചേർത്തത്. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ട്. കപ്പ ഇത്തിരി നന്നായിട്ട് വേവണമല്ലോ.
അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ചു, വേവിക്കാനായിട്ട് വെച്ചു. നമ്മുടെ കറി അപ്പോഴത്തേക്ക് റെഡിയായി. അതിനകത്തേക്ക് കുറച്ച് താളിച്ചിട്ടതാണേ. വറുത്തരച്ച കറികൾക്ക് താളിക്കില്ല, പച്ചവെളിച്ചെണ്ണ ഒഴിക്കുകയേ ഉള്ളൂ എന്ന് പറയുന്നവരും ഉണ്ട്, താളിക്കുന്നവരും ഉണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. എന്തൊക്കെയാണേലും കറി ഒന്ന് താളിക്കുന്നതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്, അത് എത്രയൊക്കെ പറഞ്ഞാലും. അപ്പൊ നന്നായിട്ട് വെന്തു. അതിനെ ഉടച്ചല്ല കുഴച്ചെടുത്തു. നല്ല ഫൈനായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കപ്പ മേടിച്ചവര് കപ്പയുടെയും കറിയുടെയും ഒക്കെ വേവിച്ച ശേഷമുള്ള ഫോട്ടോസ് അയച്ചു തരാറുണ്ട് കേട്ടോ. വാങ്ങിയവര് തന്നെ വീണ്ടും കുറച്ചെങ്കിലും ഒന്ന് ഒപ്പിച്ചു തരാമോ, എടുത്തെടുത്തൊന്ന് ചോദിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനിയിപ്പോ സീസൺ ആവണം. പ്രതീക്ഷിക്കാതെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കിട്ടിയതായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. എന്താണ് ഇടയ്ക്ക് ഇങ്ങനെ കപ്പ വേവിച്ചതും എന്തെങ്കിലും പുറത്തുനിന്നൊക്കെ മേടിച്ചതും ഇങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങൾ ഞങ്ങളുടെ മുമ്പോട്ട് പോകുന്നു. തീർച്ചയായിട്ടും വാട്സപ്പിൽ ധാരാളം പേര് തിരക്കിയിരുന്നു, ഒത്തിരി നന്ദിയുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉള്ളവർക്ക് ഡെയിലി അപ്ഡേറ്റ്സ് അറിയുന്നുണ്ട്. നിങ്ങൾ അത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ കൂടി എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഇത് യൂട്യൂബിൽ വീഡിയോ ഇടത്തില്ലെന്നല്ല, കാരണം യൂട്യൂബിൽ മാത്രമുള്ളവരുണ്ട്, എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, എൻ്റെ വീഡിയോ കാത്തിരിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോസുമായിട്ട് വരും. അപ്പോ എന്തുണ്ടെങ്കിലും കമന്റ് ഇടാൻ മറക്കല്ലേ. ബൈ, ഗോഡ് ബ്ലസ് യു.